എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. കൈവിഷം ഏറ്റവർ അവർക്ക് നമുക്കൊരു മരുന്ന് കൊടുത്തിട്ട് അവരെ കൈവിഷം കളയാൻ നമുക്ക് പറ്റാത്ത ആൾക്കാരുണ്ട്. തീരെ കഴിക്കില്ല, അവർ ഷാഠ്യം പിടിച്ച് നിൽക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ കൈവിഷത്തിൽ ബാധിച്ചിട്ടുള്ള ആ മൂർത്തികളെ പവർ ഇല്ലാതാക്കി തന്നെ ആ കൈവിഷം ഇളകി പോവാനുള്ള മലബാര മന്ത്രമാണ് ഈ പറയുന്നത്. ഇത് നമ്മളെന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയിലോ ഉപ്പിലോ ജപിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യിൽ ജപിച്ചു കൊടുക്കുക. ഈ ഉപ്പിലും പഞ്ചസാരയിലൊക്കെ ജപിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മധുരമുള്ളത് കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് സ്വൽപ്പിട്ടിട്ട് അത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഈ ഉപ്പ് ചേർത്തിട്ടും കഴിക്കാം. ഈ മന്ത്രം ജപിച്ച സാധനം ചേർക്കുമ്പോൾ മത്സ്യമാംസങ്ങളിലൊന്നും ചേർക്കാൻ പാടില്ല. കാരണം ഉപ്പിട്ട് കഴിക്കുമ്പോൾ ഇറച്ചിയിലിട്ടിട്ട് കഴിച്ച് കൊടുക്കുക, അത് പാടില്ല. അപ്പോൾ ഇത് ജപിച്ച് കൊടുക്കുമ്പോൾ അവർക്കെതിരെ ഒരു 7 ദിവസം 11 ദിവസം ഇതൊക്കെ ചെയ്താൽ മതി. 27 പ്രാവശ്യമോ 54 പ്രാവശ്യമോ 108 തവണ ഇത് ജപിക്കാം. 108 തവണയെങ്കിലും ജപിക്കുകയാണ് ഏറ്റവും നല്ലത്. 7 ദിവസമാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ സംഭവം നമ്മൾ കുറേ ജപിച്ച് വയ്ക്കുക. എന്ന് വെച്ചാൽ ഒരു 1000 തവണ ഈ മന്ത്രം പഞ്ചസാരയിലോ ഉപ്പിലോ ജപിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്നും 7 ദിവസമോ 10 ദിവസമോ 16 ദിവസമോ നമ്മൾ എന്തിലേലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള ഈ കൈവിഷം കൊണ്ട് വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ മാറും. കൈവിഷം എന്ന് പറഞ്ഞാൽ കുറേ തരത്തിലുണ്ട്. മീനും മോരും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ വരും, ബിരിയാണി കൂടെ കച്ചമ്പർ കൂട്ടി കഴിക്കുമ്പോൾ വരും, നെയ്യും തേനും കൂടി കഴിക്കുമ്പോൾ വരും. അതുപോലെ പല പല ഭക്ഷണത്തിൽ കൂടെ തന്നെ സ്വമേധയാൽ തന്നെ വരും. വരുമ്പോഴാണ് നമ്മൾ ഈ ആയുർവേദത്തിൽ തന്നെ ഇതിന് കൈവിഷോപചാരകൂടം, കൈവിഷ നിവാരണി, കൈവിഷ സംഹാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളികകളൊക്കെ ഉണ്ട്. ഇത് തന്നെ നമ്മൾ ഭക്ഷണം ഇത് കൊടുക്കുമ്പോൾ ഇത് അരച്ച് കൊടുക്കാനും കഴിക്കുക അവർ സമ്മതിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുക. ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരാളുടെ മനസ്സിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ല അവൻ്റെ പവർ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവനൊന്നിനും പറ്റാത്തവനാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കൈവിഷം കൊടുക്കും. ഈ കൈവിഷം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കാര്യം വെച്ചാൽ ഇതിൽ കുറേ സാധനങ്ങൾ ചേർക്കും. അകില്, ഗോരോചനം, പൂവാങ്കുറുനില, ചന്ദനം, കുങ്കുമം, അതുപോലെ തന്നെ നഖം, മുടി, അതുപോലെ ഒക്കെ പിന്നെ പിരീഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ആ രക്തക്കറകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന കൈവിഷക്കൂട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ ഒരു നെയ്യ് പോലെ ഫംഗസ് പോലെ പിടിക്കും. അതിനുശേഷം നമുക്ക് എല്ലാ തരത്തിലും ഒന്നിനും പറ്റാത്ത ഒരാളായി മാറും എന്നുള്ള ഒരു അവസ്ഥയും കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആണ് ഈ ആയുർവേദത്തിൽ മരുന്നുകളൊക്കെ ഉള്ളത്. അതിന് മന്ത്രത്തിൻ്റേതായിട്ടുള്ള പ്രതിവിധി ചില ദോഷങ്ങളൊക്കെ തീർത്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. പക്ഷേ അത് പ്രായോഗികമായിട്ട് പലരും സമ്മതിക്കാത്തവരുണ്ട്, ഇത് പിടിവാശിക്കാരുണ്ട്. പക്ഷേ എന്നാൽ ഇവരുടെ സ്വഭാവത്തിൻ്റെയൊക്കെ മാറ്റം എന്ന് പറയുന്നത് ഈ കൈവിഷം കൊണ്ട് വന്നിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ആമാശയത്തിന് നമുക്ക് അസുഖങ്ങൾ ബാധിക്കുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് മാനസികപരമായിട്ട് ചിന്തകൾ ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, ഭയങ്കര മടി, ഉറങ്ങണിച്ചെങ്കിൽ ഉറങ്ങന്നെ. അതുപോലെ തന്നെ ഒരുപാട് ഒന്നിനും പറ്റാത്ത രീതിയിലേക്ക്, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ദുർബലനാക്കി കൊണ്ട് ഇരുത്തുന്ന ഒരു പരിപാടിയാണിത്. അങ്ങനെ ആയിപ്പോകുന്ന ഒരു പരിപാടിയാണ്. പണ്ടൊക്കെ ആൾക്കാർ വേണം കൊല്ലം കണ്ടവനില്ലം വേണ്ട, ഇതുപോലെയൊക്കെ എന്താണെന്ന് വെച്ചാൽ പല പല സ്ഥലത്തും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിത്വത്തെ നമുക്ക് മൂല്യവത്തായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ഇത് കൊടുക്കും. ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ കൊടുക്കും, ഇഷ്ടപ്പെട്ട ആണുങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെ നമ്മളുടെ കഴിവിനെ അവർക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അങ്ങനെ നമ്മളുടെ ഇഷ്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല ആൾക്കാരും, പിന്നെ ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊടുക്കും. ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് അനുഭവത്തിലുള്ള ആളുകളാണെങ്കിൽ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതിന് കൈവിഷോപകാര ഗുണം, കൈവിഷ നിവാരണി, കൈവിഷ സംഹാരി എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിലാണ് ഇതിൻ്റെയൊക്കെ മരുന്നുകൾ ഉള്ളത്. ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ചിട്ട് അതിൽ വേര് ചേർക്കാൻ പറ്റും. വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ വേര്, വെളുത്ത ചെമ്പരത്തിയുടെ വേരും ചേർക്കാൻ പറ്റും. പിന്നെ മരുന്ന് കടയിൽ അമ്മളവാരി തേങ്ങ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊക്കെ ചേർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വെളുത്ത ശംഖുപുഷ്പം മാത്രം ചേർത്താൽ മതി. അത് അരച്ചിട്ട് ആ വേരിന് മൊത്തം നല്ലപോലെ അരച്ചിട്ട്, അല്ലെങ്കിൽ വേരിൻ്റെ മുകളിൽ തോല് മാത്രം ചീന്തിയെടുത്തിട്ട് അരച്ചിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ഈ മരുന്നിൻ്റെ ക്വാണ്ടിറ്റി ആവുള്ളൂ. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഒരു വേരിൻ്റെ കുറച്ചിനായിട്ട് കലക്കി കുടിക്കുന്നിട്ട് പറയും എനിക്ക് ഇതായില്ല എന്ന് പറയും. പക്ഷെ ഇത് നമ്മൾ ആമാശയ ശുദ്ധി വരാൻ വേണ്ടിയിട്ടാണ്. അതാവുമ്പോൾ ആമാശയത്തിൽ പറ്റി പിടിച്ച മെഴുക്ക് പോലുള്ള, നെയ്യ് പോലുള്ള ഫംഗസിന് നമുക്ക് മലത്തിലൂടെ തന്നെ പുറത്തേക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔഷധ ഗുണമുള്ള സംഭവമാണ് ഈ വെളുത്ത ശംഖുപുഷ്പം. അപ്പോൾ അതിനെ എന്താണെന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പെങ്കിലും ആ മരുന്നുണ്ടായിരിക്കണം. ഇലക്കറികൾ മാത്രം കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള കട്ടി കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ ലഘു ഭക്ഷണം, കഞ്ഞി അങ്ങനെയുള്ളതൊക്കെ തലേദിവസം കഴിക്കുക.
കഴിക്കുക. അതിനുശേഷം പിന്നെ വൈകിട്ട് 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ വെറും വയറ്റിൽ പാലിൽ ചേർത്തിട്ടോ ഇളനീര് ചേർത്തിട്ടോ നമുക്ക് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം കംപ്ലീറ്റ് ശോധനയിൽ കൂടെ തന്നെ പോവും എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും സമ്മതിക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് ഇവരുടെ പഞ്ചസാരയിലോ അല്ലെങ്കിൽ നമുക്ക് നെയ്യിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെയ്യിന് ഉണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ നെയ്യിലാക്കി കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ജപിച്ച നെയ്യ് അതുമ്പോൾ പരട്ടെ ചെയ്യാം. നമ്മൾ ഈ ജപിച്ച സാധനം പിന്നെ ചൂടാക്കാൻ പാടില്ല, നിർവീര്യമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യിലോ ഉപ്പിലോ ഒക്കെ അതുപോലെ തന്നെ പഞ്ചസാര ഇതൊക്കെ നമ്മൾ തയ്യാറായതിന് ശേഷമാണ് നമ്മൾ ഈ സംഭവം ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അടപ്പത്ത് തീയിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ ഇടാൻ പാടില്ല. കാരണം വെച്ചാൽ അഗ്നിയിൽ ആയിക്കഴിഞ്ഞാൽ ഇത് എന്താണ് ഭസ്മീകരിച്ച് പോകുക എന്ന് പറയാം, അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ ജപിച്ചതിന് കാര്യമില്ലാതെ ആയി വരും എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രമാണ്. 108 തവണ 1000 തവണ നമ്മളിത് ജപിച്ച് വെക്കുക. പിന്നെ അത് കൊടുക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ ജപിക്കാം. അതൊക്കെ നിങ്ങളുടെ സമയത്തിനും താല്പര്യത്തിനും നമ്മുടെ പ്രശ്നത്തിൻ്റെ കാഠിന്യത്തിനൊക്കെ അനുസരിച്ച് ചെയ്യാം ആണ്. ഇത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് ബൈഹാട്ടാക്കിയിട്ട് ഇതുപോലെ പ്രയോഗിക്കുക. ഓം ചിത്ര തൂണുപിളർന്ന് സിംഹം പുറപ്പെട്ട പോലെ അസുരൻ വയറുപിളർന്ന് ഔഷധം പുറപ്പെടുക സ്വാഹ. ഓം ചിത്ര തൂണു പിളർന്നു സിംഹം പുറപ്പെട്ട പോലെ അസുരൻ വയറു പിളർന്ന് ഔഷധം പുറപ്പെടുക സ്വാഹ. ഇതാണ് ഈ മന്ത്രം എന്ന് വെച്ചാൽ ഒരു മലവാര മന്ത്രമാണ്. അതിൽ കൗളാചാര പ്രകാരമുള്ള മന്ത്രം. ഇതിനൊക്കെ നല്ല ഫലമാണ്. ഫലം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ആൾക്കാർ നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പറയും ഇത് പുറത്തേക്ക് ആരോടും പറഞ്ഞു കൊടുക്കരുതെന്നൊക്കെ പറയും. അങ്ങനെയുള്ള മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാതിരുന്നിട്ട് പലതും നഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങളുടെയൊക്കെ ആവശ്യം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് ഫലമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇത് ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് നമുക്ക് ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമല്ല. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം, അതുപോലെ തന്നെ ക്ഷുദ്രാഭിചാര, ശത്രുബാധ, ദുർമൂർത്തി, പ്രാർത്ഥന, സ്തംഭന, വശീകരണ, മാരണ, പരസ്പര വൈരുദ്ധ്യ, കെട്ടുമുട്ട്, മാട്ടുമാരണ, വശീകരണ, ദോഷ, ദുരിത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളും പ്രതിവിധികളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ. അവിടന്നും പോന്നല്ലമ്മ തിരുപ്പെടുത്താണ്ടിയല്ലോ ദേവിയെ, അവിടന്നും പോന്നല്ലമ്മ തിരുപ്പെടുത്താണ്ടിയല്ലോ. ഊരകത്ത് അമ്മ തടഞ്ഞപ്പ ശ്രീഭദ്ര തുള്ളിയാടി ദേവിയെ.